എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നയന. ഞാൻ പുനർജനി ആയുർ ക്ലിനിക്കിലെ ആയുർവേദ ഡോക്ടറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ആരോഗ്യവും ആയുർവേദവും എന്നതിനെ പറ്റിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആയുർവേദ ശാസ്ത്രം യഥാർത്ഥത്തിൽ ഒരു ചികിത്സാശാസ്ത്രമായാണ് അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ആരോഗ്യത്തെ എങ്ങനെ നിലനിർത്താം എന്നതിനും നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാരപ്രശമനം ച. ആയുർവേദ വിധിപ്രകാരം ഒരു രോഗം വരുമ്പോൾ അതിൻ്റെ ലക്ഷണത്തെ ചികിത്സിക്കുക എന്നതിനേക്കാൾ ആ രോഗത്തിൻ്റെ മൂലകാരണം അഥവാ റൂട്ട് കോസ് കണ്ടെത്തി അതിനെ വേരോടെ പിഴുതെറിയുക എന്ന തത്വമാണ് അവലംബിക്കാറുള്ളത്. നമ്മൾ സാമാന്യമായിട്ട് പറയുമ്പോൾ സാധാരണയായി കണ്ടുവരാറുള്ള രോഗങ്ങളുടെ എല്ലാം മൂലകാരണം അഗ്നിവൈഷമ്യങ്ങൾ അഥവാ ദഹന പ്രശ്നങ്ങൾ തന്നെയായാണ് കണക്കാക്കാറുള്ളത്. എന്നാൽ ആരും രോഗകാരണങ്ങളെപ്പറ്റി ബോധവാന്മാരല്ല എന്നതാണ് സത്യം. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടം പോലെ കഴിക്കുന്നു, എന്നിട്ടോ ഇഷ്ടം പോലെ മരുന്നുകളും കഴിക്കുന്നു. ഈ ഒരു രീതിയല്ലേ നമുക്ക് മാറ്റിയെടുക്കേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചാണോ, അതോ കുറേ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് വാങ്ങി കഴിച്ചാണോ? ഇതൊന്നുമല്ല, മറിച്ച് ആരോഗ്യകരമായ ഒരു ജീവിത രീതി, അതോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ആരോഗ്യത്തോടെയുള്ള ജീവിതത്തിന്. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ആരോഗ്യത്തോടെ എത്ര കാലം ജീവിക്കുന്നു, അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയെല്ലാം ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ ഭക്ഷണ രീതികളെ പരിചയപ്പെടാം. നമ്മുടെ നാവിന് ഇഷ്ടപ്പെടുന്നത് മാത്രം കഴിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക. ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാനൊക്കെ അടിപൊളിയാണ്, ടേസ്റ്റിയാണ് അല്ലേ? പക്ഷേ ഹെൽത്തി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നമ്മൾ പലപ്പോഴും സമയക്കുറവിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ട് തന്നെയാണ് എത്തുന്നത്. മാസത്തിലൊരിക്കൽ നമുക്ക് ഇഷ്ടമുള്ള രുചി കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് ഇടയ്ക്കിടെ ആയാലോ? കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുണ്ടാക്കുന്നതൊന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ സന്തോഷിപ്പിക്കാനായി അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന പലതും സത്യത്തിൽ അവരെ രോഗികളാക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഒരു കുട്ടിയെ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദ വിധിപ്രകാരം 3 ഘട്ടങ്ങളായിട്ടാണ് തിരിക്കാറുള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് മുലപ്പാൽ മാത്രം കുടിക്കുന്ന ക്ഷീരാതമായിട്ടുള്ള അവസ്ഥ. രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ച് സോളിഡ് ഫുഡ്സും മുലപ്പാലും കൂടി ചേർന്നിരിക്കുന്ന ക്ഷീര അന്നാദ എന്ന് പറയുന്ന ഒരു അവസ്ഥയും. അത് കഴിഞ്ഞിട്ടാണ് സോളിഡ് ഫുഡ്സ് മാത്രം കഴിക്കുന്ന അന്നാദ അവസ്ഥയായിട്ട് നമ്മൾ ആയുർവേദത്തിലെ കുട്ടികളെ തരംതിരിക്കാറുള്ളത്. ഇതിൽ ആദ്യത്തെ ഘട്ടം മുതൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കൊടുക്കുന്നതാണ് കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ മാത്രമാണ് കുട്ടി ആ രുചി അറിയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് രുചിയേക്കാൾ ആകർഷണമാണ് കുറച്ചും കൂടി പ്രധാനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, സാധാരണ നമ്മൾ കുട്ടിക്ക് ഒരു ദോശ കൊടുക്കുകയാണ്. ഇത് കൊടുക്കുമ്പോൾ നോർമലി കഴിക്കാത്തൊരു കുട്ടി അത് കുറച്ചും കൂടി ക്രിയേറ്റീവായി അതിലൊരിപ്പോൾ കണ്ണും മൂക്കും ഒക്കെ നമ്മളൊരു ക്യാരറ്റ് കൊണ്ടോ ബീറ്റ്റൂട്ട് കൊണ്ടോ ഒക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കൊടുത്തു നോക്കൂ. കുട്ടി സന്തോഷത്തോടെ അത് കഴിച്ചുകൊള്ളും. പക്ഷേ നമ്മളൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ പാക്കേജ്ഡ് ഫുഡ് ഒരിക്കൽ കഴിച്ച കുട്ടി പിന്നീട് അത് വീണ്ടും കഴിക്കാനായി വാശി പിടിക്കും. ഈ അടുത്തായിട്ട് നമുക്ക് ചെറിയ കുട്ടികളിലെ ഏറ്റവും കൂടുതൽ ഒപ്പിയിൽ വന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് റെക്കറൻ്റ് ആയിട്ടുണ്ടാവുന്ന വയറുവേദനയാണ്. അപ്പം നമ്മൾ യൂഷ്വലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു വയറുവേദനയുടെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു USG അൾട്രാസോണോഗ്രഫിക്ക് അയക്കുമ്പോൾ അതിൽ യൂഷ്വലി നമുക്ക് കാണുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് മീസെൻട്രിക് ലിംഫാഡനൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ കംപ്ലൈൻ്റ് ആയി വന്ന ഭൂരിഭാഗം കുട്ടികളുടെയും ഒരു ഭക്ഷണ രീതിയിൽ കോമൺ ആയിരുന്നു പാക്ക്ഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ ചിപ്സ് അല്ലെങ്കിൽ നൂഡിൽസ് എന്നൊക്കെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി കുറഞ്ഞ് ഇടയ്ക്കിടെ അസുഖം വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഭക്ഷണ രീതികൾ തന്നെയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എങ്ങനെ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നുള്ളത്. ഇത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ബാധകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഇല്ലാതെ ഫുഡ് കഴിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മിക്ക ആളുകൾക്കും. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഈ ടാബും മൊബൈൽ ഫോണൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കുന്ന രീതി നിങ്ങൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് നമുക്ക് കണക്കാക്കാനായി സാധിക്കുകയുള്ളൂ. കാരണം കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന പല വിധത്തിലുള്ള ആകർഷണങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ഡിജിറ്റൽ സ്ക്രീനിൽ നോക്കി കഴിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി എത്ര കഴിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. ഇത് ക്രമേണ അമിതവണ്ണം പോലെയുള്ള
ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴികാട്ടുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അവരുടെ കണ്ണിൻ്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഭക്ഷണ രീതികൾ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ക്രമീകരിച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പരമാവധി ഓർഗാനിക് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇതിനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊന്നും ഓടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു അടുക്കളത്തോട്ടം പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ചെറിയൊരു കൃഷി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ പറമ്പിലും മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ പരമാവധി കൊടുത്ത് ശീലിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആദ്യം അതിനൊരു മാതൃകയാവുക എന്നുള്ളതാണ്. അതുപോലെ കുട്ടികൾക്ക് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ പലഹാരങ്ങൾക്കൊക്കെ പകരം അല്ലെങ്കിൽ നമുക്ക് ഈ ബേക്കറി ഐറ്റംസിനൊക്കെ പകരം വീട്ടിൽ തന്നെ അവിൽ നനച്ചതോ ചെറുപയർ മുളപ്പിച്ചതോ കൊഴുക്കട്ടയോ അടയോ ഇതൊക്കെ നമുക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു നേരമെങ്കിലും നമ്മൾ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഒരു ശീലമാക്കുക. ഇത് നമ്മുടെ മാനസിക ഉന്മേഷത്തിനും അതുപോലെ തന്നെ നമ്മുടെ പരസ്പര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ശാരീരികമായ ആരോഗ്യം മാത്രമല്ല നമ്മൾ കണക്കാക്കേണ്ടത്, അതോടൊപ്പം തന്നെ മാനസികാരോഗ്യത്തിനും വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് സ്യൂസൈഡ് അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ സ്യൂസൈഡുകൾ. അപ്പം ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ആ ബന്ധങ്ങൾക്ക് അത്രയും സ്ട്രെങ്ത് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്തും എവിടെയും തുറന്നു പറയാനുള്ള ഒരു ഇത് കുട്ടികൾക്ക് തുടക്കം മുതലേ ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്തിനും ഒരു ധൈര്യമാണ്. എന്ത് വന്നാലും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഫീലിംഗ് അവർക്ക് വരണമെങ്കിൽ തുടക്കം മുതൽ ആ ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും വൈകിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും എല്ലാവരും എന്താണ് ഇന്ന് സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾക്ക് ഉണ്ടായ കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യ ആണെങ്കിലും അവരുടെ എന്തൊക്കെയാണെന്ന് വിശേഷങ്ങൾ ഉണ്ടായത് എന്ന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയായിരിക്കണം വൈകിട്ടുള്ള ഒരു അത്താഴം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത്താഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി ഭക്ഷണം എപ്പോഴും 8 മണിക്ക് മുമ്പെങ്കിലും കഴിക്കാനായി ശ്രദ്ധിക്കുക. മാത്രമല്ല രാത്രി ലഘുഭക്ഷണം തിരഞ്ഞെടുക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഭക്ഷണത്തിൽ പറയുമ്പോൾ മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മൾ മിക്ക ആളുകളും പ്രാതൽ ഒഴിവാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒഴിവാക്കുന്ന 50% ആളുകൾക്കും ഭാവിയിൽ പ്രമേഹ സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ തുടക്കം മുതലേ നമ്മളത് മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നത് ഭാരം കൂട്ടാൻ മാത്രമാണ് സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക ആളുകൾക്ക് നമ്മൾ മലയാളികളുടെ ഒരു പ്രധാന ഒരു ഭക്ഷണമാണ് ചോറ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മോശം ഭക്ഷണമല്ല, പക്ഷേ ഇത് അളവിൽ കൂടുതലാകുമ്പോൾ നമ്മുടെ ഒരു ബോഡി വെയിറ്റ് കൂട്ടാൻ മാത്രമാണ്. കാരണം എനർജി പ്രൊവൈഡേഴ്സാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി പ്രൊവൈഡേഴ്സ് നമുക്കൊരു അളവിൽ കൂടുതലാകുമ്പോൾ അത് നമ്മുടെ ശരീരഭാരം കൂട്ടുന്നതിന് മാത്രമാണ് ഒരു കാര്യമാവുന്നത്. അപ്പോൾ നമ്മൾ പകരം എന്ത് ചെയ്യുക, ചോറ് കഴിക്കുമ്പോൾ അതേ അളവിൽ തന്നെ കറികളും ഒക്കെ ഉൾപ്പെടുത്താനായി, തോരനൊക്കെ അതോടൊപ്പം തന്നെ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നത്തെ വേനൽക്കാലം എന്ന് പറയുന്നത് അതിരൂക്ഷമായിട്ടുള്ള വേനലാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ മിക്ക ആളുകളും ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് മിക്ക ആളുകൾക്കുള്ളത്. അപ്പോൾ അത് ആദ്യം തന്നെ മാറ്റിയെടുക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു 75% വെള്ളം തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ പല കാര്യങ്ങൾക്കും വെള്ളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. ഒരു 3-4 ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായിട്ടും കുടിക്കുക എന്നുള്ളത് നമ്മളൊരു ശീലത്തിൽ, നമ്മളൊരു റൂട്ടീനിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ മൂലം മറ്റു പല പ്രശ്നങ്ങളിലും, ആരോഗ്യ പ്രശ്നങ്ങൾക്കും, കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ഇന്നത്തെ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള ക്ഷീണം. നമുക്ക് ഏതെങ്കിലും രീതിയിൽ സൂര്യാഘാതം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായി സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊന്നാണ് സ്ത്രീകളിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാതെ ആകുമ്പോഴാണ് മിക്കവാറും ഈ പ്രശ്നങ്ങൾ വരാറുള്ളത്. മിക്ക ആളുകളും ഈ UTI ഒക്കെ വരുമ്പോൾ നമ്മൾ മെഡിസിൻസിലേക്കാണ് പോകുന്നത്. പക്ഷേ നമുക്കതിൻ്റെ റൂട്ട് കോസ് എന്താണ്? വെള്ളം കുടിക്കാത്തതാണ്. അപ്പോൾ വെള്ളം കുടിക്കാത്ത വന്നിട്ടുള്ള ഒരു അസുഖത്തിന് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോംവഴി. അതല്ലാതെ നമ്മൾ ഓടിപ്പോയി ഒരു ആൻറ്റിബയോട്ടിക് വാങ്ങി കഴിക്കുക എന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് ജീവിത രീതികളാണ്. ഇപ്പോൾ ജീവിത രീതികൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വ്യായാമമാണ്.
അപ്പം അതിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യം ഓരോ വ്യക്തിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം മിക്ക ആളുകളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് തടി കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ആളുകൾ വ്യായാമം ചെയ്യുന്നത് എന്നാണ്. നമുക്ക് എന്തൊക്കെയാണ് വ്യായാമത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. സാധാരണഗതിയിൽ ഒരു വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് നല്ലൊരു ഉന്മേഷമാണ് പ്രദാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ശരീരഭാരം നിലനിർത്തുക, ഉറക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം എന്നിവയെ നിയന്ത്രണത്തിലാക്കുന്നു, ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നു, ചെറുപ്പം നിലനിർത്തുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു, പ്രതിരോധ ശക്തി കൂട്ടുന്നു എന്ന് തുടങ്ങി പറഞ്ഞാൽ തീരാത്ത വണ്ണം ഗുണങ്ങളുണ്ട് വ്യായാമത്തിന്. അതുപോലെ കൃത്യമായി നാം ചെയ്യേണ്ട ദിനചര്യകൾ, ഋതുചര്യകൾ എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തമായി ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ സമയക്കുറവിൻ്റെ പേരിൽ നാം മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും ഒരു ഗുരുതര രോഗാവസ്ഥ വരുമ്പോൾ കൃത്യമായി പാലിക്കാൻ നമുക്ക് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രോഗം വന്നതിന് ശേഷം മാറിയേക്കാം എന്നതിനേക്കാൾ ആദ്യമേ ആരോഗ്യശീലങ്ങൾ തുടങ്ങുക എന്നതാവട്ടെ നമ്മുടെ രീതി. മറ്റൊരു പ്രധാന കാര്യമാണ് സെൽഫ് മെഡിക്കേഷൻ അല്ലെങ്കിൽ സ്വയം ചികിത്സ. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കാരണം ആയുർവേദമാണല്ലോ, അപ്പോൾ വളരെ സേഫാണ് എന്ന് കരുതി ലോങ് ടേം ആയി നമ്മൾ വിത്തൗട്ട് എനി പ്രിസ്ക്രിപ്ഷൻ കഴിക്കുന്ന മരുന്നുകൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എത്ര ചെറിയ സംശയമാണെങ്കിലും അതൊരു പ്രൊഫഷണലായി പഠിച്ചൊരു വ്യക്തിയുടെ ഉപദേശപ്രകാരം മാത്രം പിന്തുടരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ആയുർവേദത്തിലൂടെ ആരോഗ്യം കൈവരിക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല കാര്യങ്ങളായിരുന്നു മാഡം എല്ലാവർക്കും നൽകിയത്. എങ്കിലൊരു ചെറിയൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട് കഫക്കെട്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മാഡത്തിൻ്റെ നിലവിലെ കാര്യങ്ങളും അതുപോലെ തന്നെ അത് എങ്ങനെ വരുന്നു, വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ പറയോ? വളരെ നല്ലൊരു സംശയമാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ഈ കാലാവസ്ഥയുടെ ഒരു മാറ്റം കൊണ്ടും അതുപോലെ തന്നെ കുട്ടികളുടെ പ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമുക്ക് കഫക്കെട്ട്. അത് നമുക്ക് യൂഷ്വലി മിക്ക ആളുകളും വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സോ 1-2 കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും മാറുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് വരാറുള്ളത്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ പ്രതിരോധ ശക്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾ അടങ്ങിയിട്ടാണ് നമ്മളൊരു വ്യക്തിയുടെ പ്രതിരോധ ശക്തി ഉണ്ടാവുന്നത്. അപ്പം അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും മരുന്നുകൾ കഴിച്ച് പ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നുള്ളതല്ല. എല്ലാ ആളുകൾക്കും അവർക്ക് ജന്മനാ ലഭിച്ച ഒരു പ്രതിരോധ ശക്തി, ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എല്ലാ കുട്ടികളിലും ഉണ്ട്. അപ്പം അത് നമ്മൾ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അത് നമ്മൾ ആദ്യം മുതലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് തന്നെയാണ് കുട്ടിയുടെ പ്രതിരോധ വ്യവസ്ഥയുടെ ആദ്യത്തെ ഒരു ബൂസ്റ്റിംഗ് അവിടെ നടക്കുന്നത്. പിന്നീട് ഉണ്ടാകുന്നത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും എല്ലാം ഇതിലൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മിക്ക കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഒരു കോവിഡ് കാലഘട്ടത്തിന് ശേഷം കുട്ടികൾക്ക് ഈ വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെ തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടത് തുടക്കം മുതലേ അവരുടെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തണം. അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് കുട്ടിയുടെ പ്രതിരോധ വ്യവസ്ഥ ക്രമീകരിക്കുന്നതിനായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അത് നമ്മൾ തുടക്കം മുതലേ കുട്ടികൾക്ക് അവരുടെ പ്രകൃതി, കൃത്യമായിട്ടുള്ള ശരീരപ്രകൃതി തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുത്ത്, അത് പ്രതിരോധ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കിപ്പോഴും മിക്ക ആളുകളും ഇത് അലർജി എന്ന് പറയുന്നത് തെറ്റായിട്ടാണ്, പ്രതിരോധം ഇല്ലാത്തൊരവസ്ഥയായിട്ടാണ് കണക്കാക്കാറുള്ളത്. തിരിച്ചാണ് പ്രതിരോധ വ്യവസ്ഥ എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. അതായത് അമിതമായിട്ട് ഒരു ഫോറിൻ ബോഡിയെ ശരീരം പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഈ ഒരു ഹൈപ്പർ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അലർജി എന്നുള്ള രീതിയിലൊക്കെ വരാറുള്ളത്. അപ്പോൾ അതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള മെഡിക്കേഷൻസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുട്ടികൾ കഴിക്കുന്നില്ല എന്നുള്ളത് മിക്കവാറും എല്ലാ അമ്മമാരും പറയുന്നൊരു പരാതിയാണ്. പക്ഷെ അത് നമ്മൾ ആ ഒരു രീതി, നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രസൻറ്റേഷൻ കുറച്ചുകൂടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും കുട്ടികൾ തുടക്കം മുതലേ കഴിച്ചു തുടങ്ങുക എന്നുള്ളത് അവർക്ക് നോർമലായിട്ട് അവർ ചെയ്തു വരുന്ന കാര്യമാണ്. 1-2 വട്ടം കുട്ടിയെ നിർബന്ധിച്ച് കൊടുത്ത് കുട്ടി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഭക്ഷണം അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മിക്ക കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമൽ വെയിറ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്.
അമ്മമാർക്ക് കുട്ടികൾ എത്ര കഴിച്ചാലും അവർക്ക് മതിയാവാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കുട്ടി കഴിക്കുന്ന ഭക്ഷണം, കുട്ടി ഒരുപാട് തടിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ടോ, പ്രതിരോധ വ്യവസ്ഥ ഇല്ലാത്തൊരു കുട്ടിക്ക് മിക്കവാറും ഇടവിട്ട ദിവസങ്ങളിൽ തന്നെ അസുഖങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു രീതിയാണ് കണ്ടുവരാറുള്ളത്. അപ്പം നമ്മളത് കൃത്യമായി വിലയിരുത്തുക. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം അതിൽ തന്നെ നമുക്ക് ദഹന വ്യവസ്ഥ ക്രമീകരിക്കുന്നതിനുള്ള ഔഷധങ്ങൾ, നമുക്കതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന ഒരു മരുന്നാണ് അഷ്ടചൂർണം. അതൊരു ഔഷധം പോലെയല്ല, നമുക്ക് കൃത്യമായിട്ട് അവരുടെ ദഹനം ക്രമീകരിക്കുന്നതിലൂടെ അവർക്കുള്ള എല്ലാ പ്രതിരോധ വ്യവസ്ഥയും നമ്മൾ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് നമ്മളവിടെ ചെയ്തു വരുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഔഷധങ്ങളായിരിക്കില്ല നമുക്കവിടെ വേണ്ടത്. വളരെ ചുരുക്കം കുട്ടികൾക്ക് ഔഷധം പോലും വേണ്ടി വരാറില്ല. അവരുടെ ജീവിത രീതി ക്രമീകരിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, അപ്പോൾ ആ ഒരു രീതികൾ ക്രമീകരിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മാനേജ്മെൻറ്റ് അവിടെ നടക്കാറുണ്ട്. നമസ്കാരം ഡോക്ടർ. എൻ്റെ പേര് അഡ്വക്കേറ്റ് ഛായാനാഥൻ. ഞാൻ എൻ്റെ സംശയം, നിരവധി സംശയങ്ങളുണ്ട്, അത് തീരില്ല എത്രയായാലും. എന്നാലും ഈ പരിമിതമായ സമയത്ത് ചോദിക്കാവുന്ന 2-3 സംശയങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ സംശയം, നമ്മൾ ഈ മദ്യം ശരീരത്തിന് കേടാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആയുർവേദത്തിലെ പല മരുന്നുകളും ഈ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഇത് വരുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് വരുന്നത്? അത് ശരിക്കും നമ്മൾ ആ ഉദ്ദേശിച്ച രീതിയിലുള്ള ആൽക്കഹോൾ അല്ലേ, അങ്ങനെയല്ലേ അത് വരുന്നത്? അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സംശയം. നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് അരിഷ്ടാസവങ്ങളാണ് നമ്മൾ ഈ ഒരു ഫെർമെൻറ്റഡ് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ആൽക്കഹോളിന് സിമിലർ ആയിട്ട് നമ്മുടെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ഫെർമെൻറ്റഡ് പ്രിപ്പറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ സാധിക്കാവുന്ന ഒരു മീഡിയമാണ് ഫെർമെൻറ്റഡ് പ്രിപ്പറേഷൻസ്. അപ്പോൾ അത് തന്നെ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻസ് അവിടെ കൊടുത്തു വരുന്നത്. അതും കൃത്യമായ അളവിൽ. ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു ഡോസിലേക്കല്ല പോകുന്നത്. നമ്മുടെ അരിഷ്ടത്തിൽ ഏറ്റവും കൂടിയിട്ടുള്ള ഒരു ആൽക്കഹോളിക് കണ്ടന്റ് വരുന്ന ഒരു അരിഷ്ടം എന്ന് പറയുന്നത് കർപ്പൂരാസമാണ്. അതും 10% ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു അളവ് നമുക്ക് ഒരു രീതിയിലുള്ള ഹാംഫുൾ എഫക്റ്റ് നമുക്ക് ഉണ്ടാവുന്നില്ല. അതും അരിഷ്ടത്തിന് നമ്മൾ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് 30 ml ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ലിക്കർ എന്ന് പറയുന്ന ആൽക്കഹോളിക് പ്രിപ്പറേഷനും അരിഷ്ടാസവങ്ങളും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല അത് തെറാപ്യൂട്ടിക് ഇൻഡിക്കേഷൻസ് കൃത്യമായി പറഞ്ഞ കേസുകളിൽ മാത്രമാണ് നമ്മൾ അരിഷ്ടാസവങ്ങൾ കൊടുത്തു വരുന്നത്. നയന ഡോക്ടറെ നമസ്കാരം. ഡോക്ടറെ, കുറേ നാളുകളായി കഫക്കെട്ട് വല്ലാതെ അലട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ ആഹാരം കഴിക്കുന്നതിലെ ക്രമത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. രാത്രി വളരെ വൈകിയാണ് ജോലി കഴിഞ്ഞ് വരുന്നത്. ആഹാരം കഴിച്ച പാടെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കുമോ ഇങ്ങനൊരു കഫക്കെട്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ഈ സംശയം ചോദിച്ച പോലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പ്രകൃതം ഉണ്ട്. അത് ജനിച്ച അന്ന് മുതലേ ഓരോ വ്യക്തികൾക്കും അത് മരണം വരെ ഒരേപോലത്തെ പ്രകൃതമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ ചില ആളുകൾക്ക് കഫവാത പ്രകൃതിയായിരിക്കും, ചിലർക്ക് കഫപിത്ത പ്രകൃതിയായിരിക്കും. വാദം, പിത്തം, കഫം എന്ന് പറയുന്ന 3 ദോഷങ്ങളാണ് ഉള്ളത്. അപ്പം അതിൽ തന്നെ നമുക്ക് 2 ദോഷങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ സാധാരണ എല്ലാവരിലും കണ്ടുവരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കഫപ്രകൃതി ഉള്ള ഒരു വ്യക്തി പിന്നെയും അതേ രീതിയിലുള്ള ഭക്ഷണ രീതികൾ, ഇപ്പോൾ കഫം കൂട്ടുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ ജീവിത രീതികൾ, ഇതൊക്കെ പിന്തുടരുന്നത് വഴി പിന്നെയും അവരുടെ കഫം ശരീരത്തിൽ വീശിയിട്ടാവുകയും കഫജമായിട്ടുള്ള രോഗങ്ങൾ ഇടയ്ക്കിടെ വന്നു പോകുന്നൊരവസ്ഥയാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മിക്ക കേസുകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും മെഡിസിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷണങ്ങളെ ദൂരീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ആ ഒരു മൂല കാരണമുണ്ട്, അതിനെ കറക്റ്റ് ചെയ്ത് ആ അസുഖത്തെ പൂർണ്ണമായും നമ്മൾ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിലൊരു നോർമൽ ഒരു ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ സാധാരണ ഇപ്പോൾ എല്ലാവർക്കും ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോഷാദി വടകം നമ്മൾ കഫത്തിന് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ചുമയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തി ഉപയോഗിച്ചു, നമ്മളും അത് വാങ്ങി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ തുടക്കത്തിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം തോന്നാം, പക്ഷേ ലോങ് ടേം ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ വ്യത്യാസം വരുന്നത് 2 വ്യക്തികളും നമ്മളൊരു ഫിംഗർ പ്രിൻ്റ് പോലെ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്.
അവരുടെ ശരീരപ്രകൃതം അല്ലെങ്കിൽ മാനസികമായ പ്രകൃതി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം, അവർ കഴിക്കുന്ന ഭക്ഷണം എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന മരുന്നുകളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ പ്രകൃതിയെ അനലൈസ് ചെയ്ത് അവരുടെ നാഡി പരിശോധന നടത്തി കൃത്യമായി അവർക്ക് എന്താണ് കംപ്ലൈൻറ്റ്, അവരെ ഏത് ദോഷമാണ് കോപിച്ചിട്ടുള്ളത്, അതിനനുസൃതമായിട്ടുള്ള മെഡിക്കേഷൻസ് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായി സാധിക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പഥ്യാപഥ്യങ്ങൾ. നമ്മൾ മിക്ക ആളുകൾക്കും ആയുർവേദം എന്ന് പറയുമ്പോൾ ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യമാണ്, പഥ്യം പറയുമോ എന്ന് പേടിച്ചിട്ട് മരുന്ന് കഴിക്കാത്തവരുണ്ട്, ആയുർവേദത്തിലേക്ക് വരാത്തവരുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അസുഖം വരുമ്പോൾ ഈ പഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് നെഞ്ചിരിച്ചിലാണ്, അപ്പം നെഞ്ചിരിച്ചിലുള്ള ഒരു വ്യക്തിയെടുത്ത് നമ്മൾ നോർമലി പറയുക എന്താ, ഒരുപാട് ബേണിംഗ് ഇത് കൂട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് എരിവും പുളിയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അതൊരിക്കലും ആയുർവേദ മരുന്നിൻ്റെ പഥ്യമല്ല, പകരം നിങ്ങളുടെ അസുഖത്തിനുള്ള പഥ്യമാണ് എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കിയുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മളെപ്പോഴും 100% ഫലവത്തായിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത്. ശരിക്കും ഈ കോവിഡിന് ശേഷം, കോവിഡ് പ്രളയം ഇതിന് ശേഷം നമ്മൾ ജനങ്ങളിൽ കണ്ടുവരുന്നൊരു ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് ജലദോഷം, അലർജി, കഫക്കെട്ട്, അതുപോലെയുള്ള എന്താ പറയുക രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്നത്? കാലാവസ്ഥയുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളുടെ നാട്ടിൽ പിടിപെട്ട രോഗങ്ങളെ കുറിച്ചിട്ട് തുടർച്ചയാണോന്നും? കോവിഡ് വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഉണ്ട്. എന്തെങ്കിലും വൈറസിൻ്റെ കുഴപ്പമാണോ, അങ്ങനെയൊക്കെ പല ചിന്തകൾ ജനങ്ങളിലുണ്ട്. മാഡത്തിൻ്റെ അറിവിൽ എന്താണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞാൽ അത് നമുക്ക് അല്പം മനസ്സിലാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു ആൾ പറയുണ്ടായി, 2 വർഷം കൂടെ പ്രകൃതിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും, ട്രീറ്റ്മെൻറ്റ് നിർബന്ധമാണ് ഇത്തരം രോഗികൾക്ക് എന്നൊക്കെ. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു അസുഖത്തിനും നമ്മുടെ ശരീരത്തിലെ വ്യവസ്ഥയെ മാറ്റം ചെയ്യാനുള്ള കഴിവുണ്ട്, എസ്പെഷ്യലി വൈറസുകൾക്ക്. അപ്പം അത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ തന്നെ ഒരുപാട് ഒലച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ഈ കോവിഡ് വന്നു പോയവർക്ക് ഉണ്ടായ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു സൈഡ് എഫക്റ്റാണ് വിട്ടുമാറാത്ത ചുമ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു പ്രതിരോധ വ്യവസ്ഥയിൽ ഉണ്ടായ വ്യത്യാസം കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ വിട്ടുമാറാത്തൊരു ചുമ വരുന്നത്. പക്ഷെ എന്ന് കരുതി ഇതൊരിക്കലും മാറില്ല എന്നില്ല. കൃത്യമായ ചികിത്സ തുടക്കത്തിൽ തന്നെ എടുക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നീട് പറഞ്ഞത് എനിക്കത്ര വ്യക്തമായില്ല, 2 കൊല്ലം കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എനിക്കത്ര വ്യക്തമായിട്ടില്ല, അതൊന്നും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അടുത്തൊരു ചോദ്യം, നേരത്തെ സഖാ ചോദിച്ചതുപോലെ മദ്യം നമ്മളുടെ പല മെഡിസിനിലല്ല, ആയുർവേദ കഴിഞ്ഞ അതോ എനിക്കൊരു അനുഭവം തന്നെയാണ്. കോവിഡ് സമയത്ത് നമ്മൾ മദ്യമൊക്കെ നിർത്തലാക്കി, കാരണം ഷോപ്പുകളൊന്നും തുറക്കുന്നില്ലല്ലോ. അപ്പം മിക്ക മദ്യപാനികളും മദ്യം കഴിക്കുന്ന ആളുകളൊക്കെ ഈ ആയുർവേദ മെഡിസിൻ ഒരു മരുന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് എന്താ സംഭവം എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? അത് നമുക്ക് യൂഷ്വലി ആൽക്കഹോൾ കിട്ടാതെ ആയപ്പോൾ അതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും ഉള്ള അരിഷ്ടാസവങ്ങൾ ആളുകൾ വാങ്ങി ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് അതിലത്തെ ഒരു പോയിന്റ്. അതല്ലാതെ അതും മരുന്നുകളായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആളുകൾ സ്വയം ഇഷ്ടപ്രകാരം വാങ്ങി കഴിച്ചതാണ്, അതല്ലാതെ ഒരു ഡോക്ടറും അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തതല്ല അത്. പാൽ, കോഴിമുട്ട കഴിക്കുന്നതിൽ കുട്ടികൾക്ക് ഇത്തരം കഫക്കെട്ടുകൾ വരുമോ? അതൊരു സംശയം. പല ഡോക്ടേഴ്സ് പല രീതിയിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ചോദ്യം മാഡത്തിൻ്റെ അടുത്ത് എത്തിയത്. നല്ല ഭക്ഷണം നല്ല അത് കഴിക്കുന്ന കുട്ടികൾക്കും ഈ രോഗങ്ങൾ വരുന്നുണ്ട്, എന്തുകൊണ്ട് എന്നാണ്. നമ്മൾ സാധാരണഗതിയിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥിതിക്ക് നമുക്ക് പാല്, കോഴിമുട്ടയൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് തന്നെ നമ്മൾ അധികമായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാറുള്ളത്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് ഉണ്ടാവാൻ നല്ലതാണ് എന്ന് പറഞ്ഞ് കോഴിമുട്ടയും പാലും അല്ലെങ്കിൽ ചിക്കനും മാത്രം വാങ്ങി കഴിച്ച ആളുകളുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു സയൻറ്റിഫിക് വാലിഡിറ്റി ഇല്ല. പക്ഷേ യൂഷ്വലി
യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ 1-2 കഴിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. നമ്മൾ കോഴിമുട്ട പറയുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 4 വരെ, അതും മഞ്ഞയും വെള്ളയും ഒരുമിച്ചുള്ളത്, അതായത് ഒരു ഹോൾ എഗ്ഗ് നമുക്ക് കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെ ചില ആളുകൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഹെൽത്തി ആണെന്ന് കരുതി അമിതമായി കഴിക്കുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള കഫസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുള്ളത്. പിന്നെ ചില കേസുകൾ ചില കുട്ടികൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ആദ്യം മുതലേ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ പാല് ഒഴിവാക്കാനായിട്ട് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വ്യക്തിപരമായിട്ടുള്ള ഡിഫറൻസസ് അവിടെ ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളും ഓരോ ഫിംഗർ പ്രിന്റ് പോലെ ഡിഫറെൻ്റ് ആണ്. അവരുടെ ആരോഗ്യം വ്യവസ്ഥിതിയും വ്യത്യസ്തമാണ്. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഭക്ഷണ രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ അവരുടെ ഭക്ഷണ രീതികൾ നിയന്ത്രിക്കാനായിട്ട്. ഡോക്ടർ നമസ്കാരം, ഞാൻ ബാലൻ മേലഴിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു അന്ധവിശ്വാസമാണെന്നറിയില്ല, പക്ഷേ ഈ അലോപ്പതി കഴിക്കുന്നതിനേക്കാൾ കാലാവധി കൂടുതലായിട്ട് കഴിക്കണം ഈ ആയുർവേദം എന്ന് പൊതുവെയുള്ള ധാരണ ഉണ്ട്. അതായത് അപ്പോൾ നമ്മൾ ഒരു രോഗത്തിന് ഡോക്ടറെ കണ്ടാൽ അത് പെട്ടെന്ന് മാറാൻ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ആളുകൾ ഉപയോഗിക്കും. പക്ഷേ ഈ ആയുർവേദം എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് കഴിക്കണം എന്നുള്ളൊരു വിശ്വാസം ആളുകളുടെ ഇടയിലുണ്ട്. അതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താ? അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു പനി വരുമ്പോൾ യൂഷ്വലി എല്ലാവരും എന്താ ഡോളോ 650 വാങ്ങി കഴിക്കുകയാണ് എന്നുള്ളൊരു രീതിയാണ്. പക്ഷേ ഇത് തന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളുണ്ട്. നമുക്കത് കഴിച്ചവർക്ക് അറിയാം, നമ്മൾ അത്രയും എഫക്റ്റീവായിട്ട് തന്നെ അത് മാറുന്ന സുദർശനം ഗുളിക പോലുള്ള മരുന്നുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്കുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ഈ ലോങ് ടേം ആയി കഴിക്കുക എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ ആയുർവേദത്തിലേക്ക് എത്തുന്നത് ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ്. എല്ലാം ഒരുവിധം പരീക്ഷിച്ച് നോക്കി എന്നിട്ടും മാറുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് മിക്ക ആളുകളും ആയുർവേദത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ക്രോണിക് ആയിട്ടുള്ള ഒരു അവസ്ഥ 2 ദിവസം കൊണ്ട് മാറണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്രോൺസ് ഡിസോർഡർ പോലെയുള്ള ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു അവസ്ഥ, നമ്മൾ ഏതൊരു വിഭാഗത്തിൽ പോയാലും നമ്മൾ കുറച്ച് കാലം മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കേസുകളിൽ നമുക്ക് അതിൻ്റെ ഒരു കാലാവധി നമുക്ക് അങ്ങനെ വിലയിരുത്താനായി സാധിക്കില്ല. കൃത്യമായ ഔഷധം കൃത്യമായി അവരുടെ പ്രകൃതിക്ക് അനുസൃതമായി കൊടുക്കുന്ന മെഡിസിൻസ് നമുക്ക് വിത്തിൻ 7 days തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും നല്ല നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണിച്ചു തരാറുണ്ട്. അത് ഓരോ അസുഖങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. നമുക്ക് പറയുന്നത് പോലെ ഇപ്പോൾ ഒരു മുട്ടുവേദന വരികയാണ്, അപ്പം നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ജോയിൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. സന്ധിഗതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള തേയ്മാനം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അത് തന്നെ നമുക്ക് ആമവാദം പോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ബുദ്ധിമുട്ട് മൂലം ജോയിൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പം അതിൻ്റെ കാരണത്തിനനുസൃതമായിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു തേയ്മാനം എന്ന വ്യക്തിയുടെ ഒരു മുട്ടുവേദന നമുക്ക് ഒരിക്കലും 100% മാറ്റി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരിക്കൽ വന്ന തേയ്മാനം അത് റിവേഴ്സിബിൾ അല്ല. അവർക്ക് അത് അവിടുന്ന് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനുള്ള മെഡിസിൻസ് ആയിരിക്കും നമ്മൾ കൊടുത്തുകൊണ്ട് വരുന്നത്. നേരെ മറിച്ച് ആമവാദം പോലുള്ള അവസ്ഥയ്ക്ക് നമുക്കത് 100% നമുക്ക് ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരുപാട് ക്രോണിക് ആയിട്ട് വരുന്നൊരവസ്ഥ നമുക്ക് ഈ പറയുന്നത് പോലെ അത്ര പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കുന്നതല്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റ് ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് അല്ല ആയുർവേദത്തിൽ ചെയ്തു വരുന്നത്. മറിച്ച് നമുക്കത് കുറച്ചും കൂടി നമുക്ക് അവരുടെ ആ ഒരു രോഗത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദ തത്വം. ഡോക്ടർ, അപ്പോൾ ഈ എൻ്റെ അടുത്തൊരു സംശയം എന്ന് പറയുന്നത്, ഈ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണല്ലോ ഈ ആയുർവേദത്തിൻ്റെ ഒരു എന്താ പറയുക വാക്യം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലും കുറേയൊക്കെ ആ രീതിയിലുള്ള ചികിത്സാ രീതികൾ പിന്നെ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, തെറ്റാണെങ്കിൽ അതിവിടെ അത് തിരുത്താലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ അത് ഇപ്പോൾ മുൻകൂട്ടി എടുക്കുക ആണല്ലോ. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കടക്കം തുടങ്ങിയിട്ട് എടുക്കുന്നുണ്ട്, ഇന്ന അസുഖങ്ങൾ വരാതിരിക്കാനുള്ള വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആധുനിക വൈദ്യശാസ്ത്രവും ഭാവിയിൽ ഈ പറഞ്ഞതുപോലെ ആയുസ്സിൻ്റെ ഒരു ഭേദമായി അല്ലെങ്കിൽ ആ ഗണത്തിലേക്ക് ആയുർവേദത്തിൻ്റെ ഗണത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ കാണില്ലേ?
തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ ഇൻറ്റഗ്രേറ്റഡ് മെഡിസിൻസ് ആണ് നമ്മളിപ്പോൾ ഇന്നത്തെ ആ ഒരു ലൈഫിൽ കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത്. കാരണം പല സാഹചര്യങ്ങളും നമുക്ക് അലോപ്പതി മെഡിസിനെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് വരാം. അതുപോലെ തന്നെ ഒരിക്കലും വാക്സിൻസ് തെറ്റാണെന്ന് ഒരു ആയുർവേദത്തിലും പറയുന്നില്ല. അപ്പോൾ അതിന് തതുല്യമായിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ശാസ്ത്രത്തെയും എതിർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, മറിച്ച് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പം അതിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ആധുനിക ശാസ്ത്രത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ആയുർവേദത്തിനെ പരമാവധി ഉപയോഗപ്പെടുത്താനായി ശ്രമിക്കാം. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ നമുക്ക് ഒരു അസുഖം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ള ഒരു അറിവ്. അതാണ് ആയുർവേദത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. ആയുസ്സിൻ്റെ വേദം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അസുഖം എങ്ങനെ വരാതിരിക്കാം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഹെൽത്ത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഭക്ഷണ രീതികളാവട്ടെ, ജീവിത രീതികളാവട്ടെ, നമ്മൾ കഴിക്കേണ്ട ഓരോ ഋതുക്കളിലും നമ്മൾ കഴിച്ചിരിക്കേണ്ട ആഹാരങ്ങൾ അല്ലെങ്കിൽ ചെയ്തു വരേണ്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് പല കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റീസ് മാനേജ്മെൻറ്റ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റീസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ക്യാൻസർ റിസർച്ചിൽ ആയുർവേദം വളരെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഇതെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും സാധാരണക്കാർക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ക്ലിനിക്കൽ റിസർച്ചുകൾ അനിവാര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വളരെയധികം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കോട്ടക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് MVR ഒക്കെ ആയിട്ട് സംയോജിച്ച് കൃത്യമായിട്ടുള്ള ക്യാൻസർ ചികിത്സകൾ വരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എപ്പോഴും നമ്മുടെ ആ ഒരു ഭാവി, ഒരു ഫ്യൂച്ചർ ഒരു ലൈഫ് സയൻസിന് വളരെ അനിവാര്യം തന്നെയാണ്. ഒരു ചെറിയൊരു സംശയം കൂടാണ്. നമ്മൾ RNDCP ക്ഷയരോഗം ജനങ്ങളിൽ ഇപ്പം വ്യാപിക്കുന്നുണ്ട്. നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കൂടി വരുന്നുണ്ട്. ഈ കൂടി വരുന്ന സമയത്ത് നമുക്ക് ആയുർവേദ മെഡിസിനിൽ അത് മാറ്റിയെടുക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ളതൊരു സംശയം. തീർച്ചയായിട്ടും അതിനുള്ള മെഡിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവർ ഏത് ഘട്ടത്തിലാണ് എന്നുള്ളത് കൃത്യമായി വിലയിരുത്തിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമുക്ക് അവിടെ എഫക്റ്റീവായിട്ട് പറയാനായി സാധിക്കുകയുള്ളൂ. എനിക്ക് ഇങ്ങനൊരു സംവാദത്തിന് അവസരം ഒരുക്കി നൽകിയിട്ടുള്ള ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും ക്ഷമയോടെ ഒരു വോയിസ് മെസ്സേജ് ഇത്രയും ക്ഷമയോടെ കേട്ടുവരുന്ന ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ രീതിയിലും നന്ദി അറിയിക്കുന്നു. നന്ദി.